ഹായ് ഫ്രണ്ട്സ്, എല്ലാം സുഖമായിട്ടിരിക്കുന്നേ. അങ്ങനെ ഞാൻ എമ്പുരാൻ കണ്ടു. കുറേ നാളത്തെ ഡീഗ്രേഡിങ് ഉണ്ടായിരുന്നു. ഈ പടം കൊള്ളത്തില്ല, പിന്നെ ചില പൊളിറ്റിക്കൽ പാർട്ടീസിനെ അവർ ഡയറക്റ്റായിട്ട് മോശമായി പറയുന്നു എന്ന് പറയുന്ന പല കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഞാനും അറിഞ്ഞായിരുന്നു. അപ്പോൾ ഞാനും മടിച്ചായിരുന്നു പോകണോ വേണ്ടേ എന്നുള്ളത്. പക്ഷേ എന്തായാലും ഒരു തീരുമാനമെടുത്ത് നമുക്കൊന്ന് കാണാം. കാരണം നമുക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ, കാണാതെ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ എന്തായാലും ഞാനും ഫിലിം പോയി കണ്ടു. ചുരുക്ക വാക്കിൽ പറയുവാണെങ്കിൽ വളരെ നല്ലൊരു ഫിലിം. ഒരു മലയാളം ഫിലിം ഇത്ര ക്വാളിറ്റി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ് പൃഥ്വിരാജ്. സാധാരണ നമ്മൾ ഒരു ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ കാണുന്ന രീതിയിലുള്ള മേക്കിങ്ങും നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആക്ടേഴ്സിൻ്റെ അഭിനയവും എല്ലാം വേൾഡ് ക്ലാസ്സാണ്. പിന്നെ ഫൈറ്റ് രംഗങ്ങളും ആ ഹെലികോപ്റ്റർ സീനും, ആദ്യം കാണിക്കുന്ന ഹെലികോപ്റ്റർ സീൻസ്, ഇപ്പോൾ മോഹൻലാലിൻ്റെ ഇൻട്രൊഡക്ഷൻ, പല ബ്ലാസ്റ്റിങ്ങും, അതേപോലെ തന്നെ ഈ സ്റ്റോറി സൂപ്പർ. അതായത് ഞാൻ ലൂസിഫർ കണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടുള്ളതല്ലേ എമ്പുരാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ സ്റ്റോറി ലൈൻ കറക്റ്റായിട്ട് കൊണ്ടുപോവുകയും ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും സ്വഭാവങ്ങളും സന്ദർഭങ്ങളും മാറുന്നതും അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. നമുക്ക് പല നെഗറ്റീവ് ഷെയ്ഡ്സ് ക്യാരക്ടേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അതെല്ലാം നല്ല രസമായിട്ട് പുള്ളി എടുത്തിട്ടുണ്ട് പടം. ഒരു പാൻ വേൾഡ് ആയതുകൊണ്ട് കുറച്ച് ആക്ഷൻ രംഗങ്ങളും വയലൻസൊക്കെ ഇച്ചിരി കൂടുതലാണ്. എങ്കിലും അത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന് ആവശ്യമായി തോന്നുന്നു. നമ്മൾ കണ്ടുവരുന്ന വിജയിച്ച മിക്ക പടങ്ങളിലും ആക്ഷൻ രംഗങ്ങൾ കൂടുതലാണ്. അതുകൊണ്ടായിരിക്കും സംവിധാനം അങ്ങനെ ആ രീതിയിൽ വെച്ചത്. എന്തായാലും നല്ലൊരു മൂവിയാണ്. ഞാൻ കണ്ടപ്പം ഞാൻ ഇവിടെ ബഹ്റിനിലാണ് താമസിക്കുന്നത്. ജുഫയറിൽ സിനിക്കോയിലാണ് കണ്ടത്. ഞാൻ കണ്ടപ്പം ഹൗസ്ഫുള്ളാണ് മൂവി. അപ്പം നല്ലൊരു മൂവിയാണ്. വെറുതെ ആൾക്കാർ എന്തിനാണ് ഡീഗ്രേഡിങ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായങ്ങളായിരിക്കും. പക്ഷേ പൊതുവേ കാണുവാണെങ്കിൽ നല്ലൊരു എൻ്റർടൈനറാണ്. മോഹൻലാലിൻ്റെ കഴിഞ്ഞ പടങ്ങളിൽ നിന്നും നല്ലൊരു ഫിലിമാണ്. അപ്പോൾ നമുക്കും മലയാളിക്കും അഭിമാനിക്കാം. അതായത് നമുക്കും ഒരു പാൻ വേൾഡ് പടം എടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്കും അഭിമാനിക്കാൻ പറ്റുന്ന കുറച്ച് സമയം എനിക്ക് മനസ്സിലായി. നമ്മൾ മലയാള ഫിലിമാണോ അത് ഇംഗ്ലീഷ് ഫിലിമാണോ ഫലം കാണുന്നത്, ആ രീതിയിലുള്ള മേക്കിങ്ങാണ് പുള്ളി എടുത്തേക്കുന്നത്. അപ്പം പൃഥ്വിരാജ് കുമാറിന് എൻ്റെ ഒരു താങ്ക്സ് പറയുവാണ്. കാരണം അദ്ദേഹം അത്രയും നല്ലൊരു ഫിലിം നമുക്ക് വേണ്ടി എടുത്തു തന്നതിന്. താങ്ക് യു.